Recipes. ഇന്നിവിടെ കുമ്പളങ്ങ തോരനാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള കുമ്പളങ്ങയുടെ പകുതിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് വളരെ ചെറുതായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അരിയുക. അപ്പോൾ അത് തോരനാണെന്ന് കരുതിയിട്ട് കുത്തി കുത്തി അരിയല്ല, ഈ ഒരു സൈസിൽ അരിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5 തൊട്ട് 10 വരെ ഉള്ളി എടുക്കാം. ടേസ്റ്റ് കൂടും ഉള്ളി കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, 2-3 എരിവിനനുസരിച്ച് പച്ചമുളക്, പിന്നെ ഒരു അരമുറി തേങ്ങ, കുറച്ച് കറിവേപ്പില. ഇത്രയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത്രയും ചേരുവകൾ നന്നായിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഒപ്പം തന്നെ കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പാകമനുസരിച്ച് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പിൻ്റെ അളവൊക്കെ. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കടുക് വറുത്തിട്ട് തോരനുണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകും മുളകും വറ്റൽമുളകും ചേർക്കാം. കടുകും വറ്റൽമുളകും ചേർത്തു. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ചേർക്കാം. നമ്മൾ ഓൾറെഡി തേങ്ങയിൽ ഞാൻ കറിവേപ്പില കൂട്ടി അരച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊത്തം ഇതിലോട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ കുമ്പളങ്ങ തോരൻ ഉണ്ടാക്കുമ്പോൾ കുമ്പളങ്ങ അരിഞ്ഞിട്ട് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊക്കെ കളഞ്ഞിട്ട് ചിലവരുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഈ നീരിലാണ് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ചൊരു നീരൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണല്ലോ. അങ്ങനെയൊന്നും ഇല്ല. ഇത് കുമ്പളങ്ങ തോരൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മിക്ക കുമ്പളങ്ങ തോരനും ഞാൻ ഉണ്ടാക്കിയെടുത്തോളം അത് നല്ല ഒരു ഡ്രൈ ആയിട്ട് തന്നെ കിട്ടാറ്. ഇനി വളരെ ഒരു വാട്ടറി ആയിട്ടുള്ള കുമ്പളങ്ങയൊക്കെ ആണെങ്കിൽ മാത്രം കുറച്ചൊരു വെള്ളമയം പോലെ തോന്നാറുള്ളൂ. എന്നിരുന്നാലും അത് നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ കുമ്പളങ്ങ നമ്മൾ ഈ ചട്ടിയിലിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒരു 5 തൊട്ട് ഒരു 7 മിനിറ്റ് വരെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഒരു വെള്ളം പോലൊന്നും തോന്നുന്നില്ല, കുമ്പളങ്ങയുടെ നീരൊന്നും തോന്നുന്നില്ല അതിൽ. ഇനി നമുക്കിത് തുറന്നിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ട് ഇടയ്ക്കിളക്കി കൊടുത്ത് നമുക്കൊന്നും കൂടി അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മളിത് കഴിച്ചു കഴിയുമ്പോൾ നമുക്കിത് കുമ്പളങ്ങ തോരനാണോ എന്ന് പോലും തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ഇനി റെസിപ്പീസ് ഇടാനുള്ള പ്രചോദനം. കണ്ടില്ലേ, വളരെ ഒട്ടും തന്നെ നീരൊന്നും തോന്നാത്ത വിധം കുമ്പളങ്ങ തോരൻ റെഡി ആയി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്